മാതൃഭൂമി ന്യൂസിൻ്റെ തെരഞ്ഞെടുപ്പ് സംവാദം ഇന്ന് മലപ്പുറത്താണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാനത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് വടക്കൻ കേരളത്തെ ഉഴുതുമറിക്കുന്നത്? ആരാണ് ഈ നിമിഷം മുൻപിൽ? രാഷ്ട്രീയ വിവാദങ്ങൾ, ഇത്തവണ അരങ്ങു തകർത്ത രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? മലപ്പുറത്തെ ഈ ജനാവലി നമ്മോടൊപ്പം എന്താണ് വടക്കൻ കേരളം ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നു ഈ ദിവസത്തെ ചർച്ചയിൽ. നമ്മോടൊപ്പം ശ്രീ ടി പി അഷ്റഫ് അലി UDF പ്രതിനിധീകരിച്ച്, ശ്രീ ഇ അഫ്സൽ LDF പ്രതിനിധീകരിച്ച്, ശ്രീ ടി കെ അശോക് കുമാർ NDA പ്രതിനിധീകരിച്ച്. UDF നിന്നും തുടങ്ങാം. ശ്രീ അഷ്റഫ് അലി, മലപ്പുറത്ത് നഗരസഭയാണെങ്കിലും മറ്റു മുനിസിപ്പാലിറ്റികളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും അതാതിടങ്ങളിലെ സാഹചര്യം അനുസരിച്ചായിരിക്കുമോ വോട്ട്? ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ പിണറായി സർക്കാരിൻ്റെ 9 വർഷം പിന്നിട്ട ഈ ഭരണത്തെ വിലയിരുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തുമൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഈ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന്. പലപ്പോഴും ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഭയപ്പെടുന്ന, മടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 2 ദിവസം മുൻപും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഭരണത്തിൻ്റെ വിലയിരുത്തലാവില്ല എന്നുള്ള രീതിയിലാണ്. അത് പറയുന്നതിന് വളരെ വ്യക്തമാണ്. ഭരണത്തിൻ്റെ വിലയിരുത്തലായാൽ ജനവിരുദ്ധമായ ഈ ഭരണത്തെ ജനങ്ങൾ വിലയിരുത്തിക്കളയും. ആ വിലയിരുത്തിക്കളഞ്ഞാൽ അത് LDFന് ശക്തമായ തിരിച്ചടിയായിരിക്കും. അത് കേരളത്തിലാകമാനം കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ നല്ല സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മലപ്പുറത്താവുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം UDF ഒറ്റക്കെട്ടാണ്, അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. മലപ്പുറം ക്ലീൻ സ്വീപ്പായിരിക്കും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഈ അഫ്സൽ, സർക്കാരിന്റെ വിലയിരുത്തലാകും, സർക്കാരിന് ജനങ്ങൾ മാർക്കിടലാകും, ആ മാർക്ക് പരമാവധി കുറച്ചു കൊടുക്കും മലപ്പുറത്തെ ജനങ്ങൾ എന്നുള്ളതാണ് UDFന്റെ ആത്മവിശ്വാസം. 9.5 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് എന്നുള്ള കാര്യം പറയാൻ ഞങ്ങൾക്കാർക്കും മടിയില്ല. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. മലപ്പുറത്തിൻ്റെ കഥയൊക്കെ ഇക്കുറി മാറും. മലപ്പുറത്ത് 2005 കൂടുതൽ സീറ്റ്, 2005 വലിയ വിജയം മലപ്പുറത്ത് ഇടതുപക്ഷം നേടിയത്. അതുപോലെ തന്നെ മലപ്പുറത്ത് മുഴുവൻ നഗരസഭയും ഇടതുപക്ഷം ജയിച്ച കാലമുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12-ൽ 5 നിയമസഭാ സീറ്റും ജയിച്ചത് ഇടതുപക്ഷമാണ്. അതിൻ്റെ ആവർത്തനമായിരിക്കും കൂടുതൽ ഊക്കോടുകൂടി ഈ UDF കേരളത്തിലാകെ വികസനം നടക്കുമ്പോൾ, കേരളത്തിലാകെ ക്ഷേമ പ്രവർത്തനം വളരെ കൃത്യമായി നടക്കുമ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ, UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളിൽ അവരുടെ രാഷ്ട്രീയ വിദ്വേഷം കാരണം ഇത് നടക്കുന്നില്ല എന്ന ബോധ്യം മലപ്പുറത്തെ ജനതക്കുണ്ട്. സാധാരണ മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് സാമ്പാർ മുന്നണിയും അവിയൽ മുന്നണിയും ഒക്കെ ഉണ്ടാവാറ്. ഇത്തവണ സാമ്പാറിനും അവിയലിനും ഒക്കെ കഷ്ണമുണ്ടോ? ഞങ്ങളൊരു സാമ്പാർ മുന്നണിക്കും പോയിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ്, തെളിമയായ രാഷ്ട്രീയം പറഞ്ഞ്, കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞ്, പഞ്ചായത്ത് ബോർഡ് അധികാരത്തിലുള്ളിടത്ത് അതിൻ്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും വികസനങ്ങളും പറഞ്ഞ് വോട്ട് ചോദിക്കുകയാണ് ആത്മവിശ്വാസത്തോടു കൂടി. ശരി, അശോക് കുമാർ, NDAയുടെ പ്രസക്തി, NDAയുടെ സാധ്യത എന്താണ് മലബാറിനെ സംബന്ധിച്ച്? നമ്മൾ മലപ്പുറം മാത്രമാക്കണ്ട, ഇത് വടക്കൻ മേഖലാ സംവാദമാണ്. അഴിമതിരഹിത വികസനം എന്നുള്ളതാണ് മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ മലപ്പുറം നഗരസഭയിൽ 200 കോടിയിലധികം രൂപയുടെ വികസനം നടപ്പിലാക്കി എന്ന് പറയുന്നു. കേന്ദ്ര ഫണ്ടാണ്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികളിലെ 80% ഏതെടുത്താലും നാഷണൽ ഹെൽത്ത് മിഷൻ, പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന, ഏത് പദ്ധതി എടുത്തു നോക്കിയാലും കേന്ദ്ര സർക്കാരിൻ്റെ കൈയഴിഞ്ഞ സഹായം കൊണ്ട് മലപ്പുറത്തിൻ്റെ വികസനം സാധ്യമാകും. രാജ്യം ഒട്ടാകെ മാറുമ്പോൾ ആ മാറ്റത്തിനൊപ്പം നിൽക്കുവാൻ മലപ്പുറത്തെ ജനങ്ങളും തയ്യാറാകും എന്നുള്ളതാണ് NDAയുടെ പ്രതീക്ഷ. ശരി, അതാണ് 3 മുന്നണികളുടെയും പ്രതീക്ഷ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീ അഷ്റഫ് അലി, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട നറേറ്റീവ് തന്നെ UDFന്റെ വെൽഫെയർ പാർട്ടി ബന്ധമായിരുന്നു. അത് പ്രചണ്ഡമായി ഉന്നയിച്ചിരുന്നു ഇടതുപക്ഷം. ഇത്തവണ അത് അത്ര സജീവമല്ല, പക്ഷേ അത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവായി അന്തർധാരയായി കിടക്കുന്നുണ്ട്. SDPIക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വരുന്നതും ഒവൈസിയെ പോലത്തെ ഒരു സ്പോയിലറായി SDPI മാറുമെന്ന് പറയുന്നതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. അപ്പോൾ മലബാറിൻ്റെ ഈ ഇത്തരത്തിലൊക്കെയുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, മറ്റ് സംഘടനകളുടെ സാധ്യതകൾ, സാന്നിധ്യം, ഇതൊക്കെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? എല്ലാ കാലത്തും ഈ സാമ്പാർ മുന്നണിയും ഈ വെൽഫെയർ പാർട്ടിയും ഈ SDPIയും അതുപോലെ തന്നെയുള്ള എല്ലാ ആളുകളെയും ചേർത്ത് ആ സാമ്പാറിന് വേണ്ടി അടുപ്പത്ത് വെള്ളം വെക്കാറുള്ളത് ഇടതുപക്ഷമാണ്.
അവരും ഇത്തവണ ആ രീതിയിൽ ഒരു ശ്രമങ്ങൾക്കും അവർക്ക് ഒരു സ്കോപ്പുമില്ലാതെ ജനങ്ങൾ അവരെ തിരസ്കരിച്ചു കഴിഞ്ഞു. ഒരു രീതിയിലുമുള്ള മുന്നേറ്റം അവർക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ LDF ഇവിടെ ഭരിക്കാൻ വേണ്ടി പല പഞ്ചായത്തുകളിലും ഈ പറയുന്ന SDPI വെൽഫെയർ പാർട്ടിയൊക്കെ കൂട്ടുകൂടിയിട്ടുണ്ട്. ആ കൂട്ടുകൂടിയ ലീഗ് വിരുദ്ധമായ എല്ലാത്തിനെയും ചേർത്ത് വെച്ച പാരമ്പര്യമുള്ള LDF ആണ്. എന്തുകൊണ്ട് ഇത്തവണ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് ആവശ്യപ്പെടും? വീട് കയറുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ? മുമ്പൊന്നുമില്ലാത്ത ആത്മവിശ്വാസം, ആത്മാഭിമാനം, ആഹ്ലാദം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഓരോ പ്രവർത്തകർക്കും ഉണ്ട്. UDF ഐക്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ശ്രീ അഷ്റഫ് അലി. ഈ നിൽക്കുന്ന നഗരസഭയിൽ കോട്ടപ്പടി വാർഡിൽ UDF പേരിൽ വോട്ട് ചോദിക്കുന്നത് 2 സ്ഥാനാർത്ഥികളല്ലേ? ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ പറയട്ടെ. ഒരാൾ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി UDF ഔദ്യോഗികമായി കൊടുത്ത UDF സീറ്റ്, ഒന്ന് കോൺഗ്രസിൻ്റെ നേതാവ്. അപ്പോൾ ഏതാ UDF? പൊന്മുണ്ടം പഞ്ചായത്തിലേക്ക് പോയിട്ടില്ല ശ്രീ TP അഷ്റഫ് അലി? അവിടെ എന്താ കോൺഗ്രസും ലീഗും? ലീഗിനെ എന്താ കോൺഗ്രസ് വിളിക്കുന്നത്? എന്താ കോൺഗ്രസ്സുകാർ ലീഗിനെ വിളിക്കുന്ന മുദ്രാവാക്യം പൊന്മുണ്ടം പഞ്ചായത്തിൽ? ഞാൻ അവിടെ പരസ്യമായി അത് പറയുന്നില്ല. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തെക്കുറിച്ചൊന്നും വല്ലാതെ വാചാരരാകണ്ട. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ കോർണറിൽ നിന്ന് പരസ്പരം തല്ലുന്ന വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ BJPയുടെ നേതാവ് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. 125 രാജ്യങ്ങളുള്ള വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ പട്ടിണി സൂചികയിൽ 102ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ആദ്യം വിശപ്പ് മാറ്റ്, ഈ രാജ്യത്തിലെ ജനതയുടെ വിശപ്പാദ്യം മാറ്റി, അതാണ് ആദ്യത്തെ വികസനം. ശരി, ശ്രീ അശോക് കുമാർ, ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സ്വാഭാവികമായും വരണമല്ലോ. അപ്പോൾ BJPക്ക് വോട്ട് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ മലപ്പുറത്തൊക്കെ ഇത്തരത്തിൽ സംവാദങ്ങൾ നടത്തുമ്പോഴും ഇവർ രണ്ടുപേരും കേരളം വിട്ടാൽ മലപ്പുറം വിട്ടാൽ ഒരേ സഖ്യത്തിൻ്റെ ഭാഗമാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. നേരത്തെ ഇടതുപക്ഷ സുഹൃത്ത് സൂചിപ്പിച്ചു, ഈ പട്ടിണി മാറ്റാൻ പറ്റുമോ, ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമോ എന്ന്. ഈ പരിഹാരം കണ്ടിട്ടുള്ളത്, ഏറ്റവും അനുഭവവേദ്യമായിട്ടുള്ളത് ത്രിപുരയിലെയും ബംഗാളിലെയും ജനങ്ങൾക്കാണ്. അവരെ 30 വർഷത്തിലധികം ചെങ്കൊടിയും പിടിച്ച് നടന്ന ആളുകൾ നരേന്ദ്രമോദി വന്ന് അവർക്ക് ശുചിമുറിയും വീടും വൈദ്യുതിയും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുത്തപ്പോൾ ആ കൊടി മാറ്റിവെച്ച് ത്രിപുരയിലെയും ബംഗാളിലെയും മുഴുവൻ സഖാക്കളും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ നിയമസഭയിലാണ് കൊണ്ടോട്ടിയിൽ വെച്ച് മലപ്പുറത്തെ ബഹുമാന്യനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് PFIയുടെയും SDPIയുടെയും നേതാക്കളുമായി ചർച്ച നടത്തി. നമ്മളെല്ലാവരും കണ്ട, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. എന്തായാലും ഇപ്രാവശ്യം ചർച്ച നടത്തില്ല, കാരണം അവരൊക്കെ അങ്ങ് ഡൽഹിയിൽ ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ചർച്ച നടത്താൻ സാധ്യമല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ VD സതീശൻ സർട്ടിഫിക്കറ്റ് നൽകി. ആർക്ക്? ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് VD സതീശനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നയം എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് കമ്മ്യൂണൽ ഫോഴ്സിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിലനിൽക്കാൻ. ശരി, ഇനി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ഞാൻ മൈക്ക് തരാം. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാനും പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പോഴും ഇന്ന് പറഞ്ഞിട്ടില്ല എന്നതാ. ആദ്യം ഈ കേസിന് മുന്നിൽ നിർത്തുന്ന റിനി എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഇന്ന് കൊലപാതകത്തിന് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കേണ്ട ചുമതല കേരള പോലീസിനല്ലേ? UDF ആ പിടിക്കുക കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. 2/25 അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം കോടതി നിരസിച്ചപ്പോൾ 2/26 കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. അതിനു മുൻപ് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിരവധിയായിട്ട് ഏതൊരു പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എന്തെല്ലാം നടപടിയെടുക്കാൻ പറ്റുമോ അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. മുകേഷ് എവിടെയായിരിക്കുന്നത്? CPMൻ്റെ MLAമാർ ആരോപണ വിധേയരായ ആളുകൾ എവിടെ ഇരിക്കുന്നത്? അയ്യൻ്റെ അടുത്തുനിന്ന് സ്വർണ്ണപ്പാളി കട്ടെടുത്ത് കൊണ്ടുപോയി പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ഇന്നും CPMൻ്റെ പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തെ CPM നടപടി എടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് കൂടി ചോദിക്കുന്നയാൾക്കും മറുപടി ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ മുന്നത്തെ പ്രസിഡന്റുമാരായിരുന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം എടുത്തിട്ട് കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നമ്മളെ മന്ത്രിയുടെ ഭാഗത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴോ അല്ലാതെ ഭരണത്തിലുള്ള ആളുകളെ നേർക്ക് എത്തി നിൽക്കുന്നൊരു അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഉണ്ടായത്. അതിനെക്കുറിച്ച് 2 കൂട്ടരും മറുപടി പറയും. ഇപ്പോഴും UDFകാർ വീടിനടുത്ത് കിടന്ന് ഉരുളുകയാണ്. എത്ര കാലം ഇങ്ങനെ ഉരുളും? മണ്ണ് പറ്റും അഷ്റഫ് അലി. ആരും ഉരുണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. നിങ്ങളെക്കാൾ ശബ്ദം എനിക്കുണ്ട്, ഞാനും ശബ്ദം ഉണ്ടാക്കും, പിന്നെ അത് പ്രശ്നമാവും. നമുക്ക് സംവാദമായിട്ട് പോകാം, തർക്കത്തിലേക്ക് പോകണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി
ജാമ്യമില്ല, അറസ്റ്റ് തടയില്ല എന്ന് വിധി വന്നപ്പോഴാണോ കോൺഗ്രസിന് പുറത്താക്കാൻ ആഗ്രഹമുണ്ടായത്? ഇന്നെന്താ ഷാഫി പറമ്പിലെ പ്രതികരണം? എന്താ പറഞ്ഞത്? കോടതിയിൽ, ഹൈക്കോടതിയിൽ 15 വരെ അറസ്റ്റ് തടഞ്ഞപ്പോൾ തിരിച്ചെടുക്കണോ എന്ന് ആലോചിക്കേണ്ടത് KPCC പ്രസിഡന്റാണ് എന്ന് ഇപ്പോഴേ പറഞ്ഞു ഷാഫി പറമ്പിൽ. പുറത്താക്കിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. എത്ര മാസമായി നമ്മുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ള ആക്ഷേപമുണ്ട്? പരിശോധിച്ചിരുന്നോ? എത്ര കാലമായി? കഴിഞ്ഞ തവണ കുറച്ച് മുമ്പ് 2 മാസം മുമ്പ് വന്നപ്പോൾ ആരാ ഇവർക്ക് ജയ് വിളിച്ചത്? താൽക്കാലികമായി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് മതിയോ അത്തരമൊരു കേസിന്? കോൺഗ്രസിൻ്റെ പ്രവർത്തക കൂടിയായ പലർക്കും പരാതികളില്ലേ? അതാണോ കോൺഗ്രസ് ചെയ്യേണ്ട രീതി? പിന്നെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ MLA മാരെ കുറിച്ച് പറഞ്ഞു. വിൻസെൻ്റ് MLA എവിടെ ഇരിക്കുന്ന? അഷ്റഫ് അലി നിയമസഭയിലല്ലേ? എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗ കേസിലെ പ്രതിയല്ലേ എവിടെ ഇരിക്കുന്നത്? എന്നാ രാഹുൽ മാങ്കൂട്ടത്തിന് TP അഷ്റഫ് അലി കാണാൻ തുടങ്ങിയത്? TP അഷ്റഫ് അലിയും ഞാനും ഒക്കെ കുറേ കാലമല്ലോ ഈ മലപ്പുറം ജില്ലയിൽ വിദ്യാർത്ഥി സംഘടന ഒരുമിച്ച് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ട് എത്ര കാലമായി TP അഷ്റഫ് അലി? കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ എന്തോ പ്രത്യേക അജണ്ടയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു കുമിള കണക്കെയുള്ള നേതാവ്, ആ കുമിള പൊട്ടി, അത്ര കണ്ടാൽ മതി. പിന്നെ പിടിക്കുന്ന കാര്യം, ഇത്രയൊക്കെ ഒപ്പിച്ച, ഇത്രയും പെൺകുട്ടികളെ ഭീകരമായി കൈകാര്യം ചെയ്ത ഒരു കൊടും ക്രിമിനലിന് ഒരാഴ്ച ഒളിച്ചു നിൽക്കാനാണോ പ്രയാസം? കേരളത്തിലെ പോലീസ് നല്ല കൺവിക്ഷൻ റേറ്റുള്ള പോലീസാണ്, നന്നായി ആ കേസ് കൈകാര്യം ചെയ്യും. ഇവിടെ ശബരിമലയുടെ കാര്യം ഇവിടെ അദ്ദേഹം പറഞ്ഞു. പത്മകുമാർ CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ ഒന്നുമല്ല, ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പത്മകുമാർ മാത്രമല്ല, ഞാൻ പറഞ്ഞോട്ടെ, അല്ല തെറ്റിയിരുത്തി തന്നാണ്, ഫാക്ച്വൽ എററാണ്, അറിഞ്ഞിരിക്കുന്നതല്ല, പ്രസംഗിക്കുമ്പോൾ തെറ്റ് പറയരുതല്ലോ. ഇനി ഈ ഒരു നമ്മളെന്താ അറിയോ, 10 വർഷം മുമ്പ് പിറന്നു വീണതല്ല ഈ കേരളം. 10 വർഷം മുമ്പും കേരളം ഉണ്ടായിരുന്നു. VS ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്തുണ്ടായിരുന്ന വിജിലൻസ് കേസ് എവിടെ പോയി? എന്ത് നടപടിയെടുത്തു? ആരെങ്കിലും ജയിലിൽ അടച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? UDF സർക്കാരിൻ്റെ കാലത്ത് കാട്ടിലെ തടി, തേവരുടെ ആന, ഇതായിരുന്നു ദേവസ്വം വകുപ്പ്. INA സ്വത്തെന്നല്ല, ദേവസ്വത്തിൻ്റെയും വഖഫിൻ്റെയും. മുസ്ലിം ലീഗ് കുറെ കട്ടതല്ലേ വഖഫ് സ്വത്ത്? മുസ്ലിം ലീഗിൻ്റെ വഖഫ് കക്കലും ഈ ദേവസ്വം മേഖലയിലെ അഴിമതിയും വെച്ചു പൊറുപ്പിക്കില്ല. ഏത് പൊന്നു തമ്പുരാനായാലും ജയിലിലിടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു ക്ഷേത്രത്തിലെ ഗോപുരം അത് ഇളക്കിയെടുത്ത് അത് ഉരുക്കി അതിലെ സ്വർണം കവരുന്നവർ, കരുവന്നൂരിലെ ബാങ്കിൽ നിക്ഷേപിച്ച സാധാരണക്കാരുടെ പണം അപഹരിക്കുന്നവർ, ഇവര് പഞ്ചാബിലെ സുവർണക്ഷേത്രം വല്ലതും ഇവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾ പച്ചയായ കൊള്ളയാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട LDF-ന്റെ പ്രതിനിധിയുടെ ചോദ്യം, തന്നെക്കാട്ടിലും ശബ്ദമുണ്ട്, അല്ല അഷ്റഫ് അലിയെക്കാട്ടിലും ശബ്ദമുണ്ട് തനിക്ക് എന്ന് പറഞ്ഞു. ശബ്ദത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ്. മുകേഷ് MLA-യുടെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും നിയമത്തിൻ്റെ മുമ്പിൽ ഒരാളായിട്ട് കാണണം. രണ്ട് രീതിയിൽ കാണാൻ പാടില്ല. തീവ്രത കൂടിയ ഇതുണ്ടോ, തീവ്രത കുറഞ്ഞതുണ്ടോ എന്നുള്ള സംശയം. പത്തനംതിട്ട ജില്ലയിലെ CPM-ന്റെ സമുന്നതനായ വനിതാ നേതാവാണ് പറഞ്ഞത് മുകേഷിൻ്റെ തീവ്രത കുറഞ്ഞതാണെന്ന്. അങ്ങനെ ഒരു ലൈംഗികത ഉണ്ടോ? ഈ എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റിന്റെയും തീവ്രത ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് അറിഞ്ഞിട്ടാവും മറുപടി, ഒന്ന് പറഞ്ഞോട്ടെ. അതിന് UDF-ന്റെ നേതാക്കന്മാരും ആരും അങ്ങനെ ലൈംഗികയുടെ തീവ്രതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ല പറയും, എന്താ അവരെവിടെ ഉള്ളത്? ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ? അല്ല, അത് നിയമത്തിന്റെ കോൺഗ്രസിലുണ്ടോ? നിയമത്തിന്റെ വഴിക്കാണോ? അപ്പൊ നിയമത്തിന്റെ വഴിക്കാണോ? നിയമം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെയാണ്. മുകേഷിന് ഒരുപോലെയാണ്, വിൻസെന്റിന് ഒരുപോലെയാണ്, കുന്നപ്പള്ളിക്ക് ഒരുപോലെയാണ്. ഏതാണ് തീവ്രത കൂടിയത്? അതാണ് ചോദ്യം. നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഈ പച്ചപ്പട ഗ്രൂപ്പിൽ കിട്ടുന്ന ക്യാപ്സ്യൂളുമായി ചർച്ചയ്ക്ക് വരരുത് ദയവ് ചെയ്തിട്ട്. എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസ് പാർട്ടിയിലുണ്ടോ? അന്വേഷിക്കുകയാണ്, കേസിന്റെ വഴിക്കാണ്. അത് തന്നെയാണ് മുകേഷിന്റെയും കേസ്. അത്രേ പറഞ്ഞുള്ളൂ. അടുത്ത ചോദ്യം LDF-ന്റെ പ്രതിനിധിയോടാണ്. മുകേഷിനെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം കൊടുത്ത് ജാമ്യത്തിലാണ്. അതിനെന്താ പറയാനുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതി വന്നിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപം ഉന്നയിച്ച ഉടനെ തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പ്രത്യേക ബ്ലോക്കായിരുത്തി എല്ലാം ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തു മുകേഷിനെ? അതുപോലെ തന്നെ പാലക്കാട് PK ശശിയെ DYFI വനിതാ നേതാവാണ് പരാതി കൊടുത്തത്. അതിനെന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് ഈ ഗർഭക്കേസും പെണ്ണ് കേസും അല്ലാതെ രാഷ്ട്രീയത്തെ നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറയൂ.
രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ജീർണിച്ച വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കോവൾ MLA എവിടെയുണ്ട്? എൽദോസ് കുന്നപ്പള്ളി എവിടെയുണ്ട്? അവർ കോൺഗ്രസ്സുകാരല്ലേ? അവർ കോൺഗ്രസ്സുകാരല്ല എന്നാണോ? ശരി, അത്രേ ഉള്ളൂ എന്ന മറുപടി. എന്റെ മറുപടി അത്രേ ഉള്ളൂ. ശരി. വേറെ ചോദ്യമാണ്. ഇവിടുത്തെ പോലീസ് എത്ര കാലമായി വിൻസെന്റിന്റെ പ്രസിഡന്റായിട്ട്? ഇവിടുത്തെ പോലീസ് എന്താണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിട്ട് അദ്ദേഹത്തെ തുറങ്കിലടക്കാത്തത്? എന്താണ് ഇവിടുത്തെ ഇവരെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പിണറായിയുടെ പോലീസ് അത്ര മോശമാണോ? അത് സംഭവിക്കാദ്യം, എന്നാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പറയൂ. അഭിലാഷേ, ഈ പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കണം. രണ്ടു പക്ഷത്തും സ്ത്രീ പീഡകര് ധാരാളമുണ്ട് എന്ന് രണ്ടു കൂട്ടർ സമ്മതിക്കുന്നു. ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ഇവര് നാരീ ശക്തിയുടെ ചൂടറിയാത്തതിന്റെ കുഴപ്പമാണ്. നിങ്ങൾ വികാസത്തേക്ക് ഉണ്ണാൻ വരുന്ന എന്തിനാ? എന്നോടല്ലേ ചോദ്യം? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ ഈ ചോദ്യം കേട്ട മനുഷ്യർക്ക് മനസ്സിലാകും UDF ഈ കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ച്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേരളത്തിലെ പോലീസ് ഇവിടെ നിന്ന് രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിലും മൊത്തത്തിൽ കൊടുത്തിട്ട് ഒരാൾ പോലും പരാതി കൊടുത്തില്ല. പറയട്ടെ, മുഴുവൻ പറഞ്ഞതിന് ശേഷം മറുപടി പറയും. അത് കഴിഞ്ഞ ശേഷം ഇലക്ഷന്റെ തലേന്ന് CPMന്റെ ഓഫീസിൽ നിന്ന് കൊടുത്ത ചട്ടകം പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പെണ്ണ് പോവുക ചെയ്തത്. രണ്ടാമത് കൊടുത്ത പെണ്ണിന്റെ പേരും അഡ്രസ്സും അറിയില്ല. ഇപ്പോഴും മെയിൽ ID മാത്രം കയ്യിലുണ്ടെന്ന പോലീസിന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത് പരാതി കൊടുത്ത ആളെ ഇലക്ഷന്റെ തലേന്ന് വരെ പോലീസ് പറഞ്ഞതിന് ശേഷം ഒരാൾ പോലും പരാതി പോലീസിന് മുമ്പ് വന്നില്ല. പിന്നെ എഴുതി തിരക്കഥയെ പോലെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇവരെ എഴുതി തിരക്കഥ പോലെ ഒരാൾ വരികയാണ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. കൂടുതൽ ചോദ്യങ്ങൾ. ഇദ്ദേഹം അവസാനം ചോദിച്ച ചോദ്യം പരാതിക്കാരിയെ ഇരയെ അപമാനിക്കുന്ന ചോദ്യമാണ്. അത് കേൾക്കുന്നവർക്കറിയാം. രണ്ടാമത്തെ പരാതിക്കാരിക്ക് മെയിൽ ID മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ജീർണിച്ച വ്യക്തിയെ ഇനിയും പൊതിഞ്ഞു പിടിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തല്ലേ പൊതിഞ്ഞു പിടിക്കുകയാണ്. നിങ്ങളോട് കേരളം കണക്ക് ചോദിക്കും. ഇപ്പോൾ വിൻസെന്റിനെയും അതുപോലെ തന്നെ എൽദോസിനെയും ചോദിച്ചപ്പോൾ പോലീസ് എന്തൊരു നടപടിയെല്ലാം ചോദിച്ചപ്പോഴാണ് പറയുന്നത് നിയമത്തിൻ്റെതായ കാലതാമസമുണ്ട്. അപ്പോൾ അത് ന്യായീകരിക്കാൻ ഒരു വഴം. അതേപോലെ തന്നെ രാഹുലിൻ്റെ വിഷയം പറയുമ്പോൾ വേറൊരു നയം. ഈ രീതിയിൽ ആടി ഉലയുന്ന അഫ്സലിനെയാണ് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നയമില്ല. ഇവിടെ ഏതാ ആ വന്ധ്യവയോധികനായ ആ വ്യക്തി ചോദിച്ചതുപോലെ നിങ്ങൾ ഓരോ ലൈംഗിക ആരോപണം വന്നാലും നിങ്ങളുടെ ആളുകളാണോ നിങ്ങൾ സംരക്ഷിക്കും. അപ്പോൾ നിങ്ങൾ തീവ്രത അടക്കും. അത് ശശിയുടെ കാര്യത്തിലാണെങ്കിലും മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിലും അതൊരു ഉളുപ്പമില്ലാതെ പറയാൻ നിങ്ങൾക്ക് കുറച്ച് വനിതാ നേതാക്കന്മാരുണ്ട്. അവർക്കപ്പോൾ സ്ത്രീപക്ഷ ചിന്തയുണ്ടാവില്ല. അവർക്ക് കേരളത്തിലെ സാംസ്കാരിക ബോധം ഉണ്ടാവില്ല. അതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടർമാരായിരുന്നു. ആ വോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ സർക്കാർ കൊടുത്തു ഇലക്ഷനോട് അടുപ്പിച്ച്. സ്വാഭാവികമായും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അന്നം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം മുമ്പ് വന്നുകൊണ്ട് കേരളത്തിലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഈ കേരളക്കരയിലുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമല്ലേ സർക്കാർ സ്വീകരിച്ചത്? നഗ്നമായ ഭരണഘടനാ ലംഘനം. പെൻഷൻ്റെ കാര്യം മാത്രമല്ല, സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 1,000 രൂപ ലഭിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥികൾ ബൂത്ത് കയറുന്ന ആളുകളൊക്കെ ഫോം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരാതിയായി വന്നു. മലപ്പുറം ജില്ലാ കലക്ടർ പറഞ്ഞില്ലേ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ക്രിമിനൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല എന്ന് പറഞ്ഞു പിൻവലിക്കേണ്ടി വന്നു. കേരളത്തിലെ ജനങ്ങളെ ഈ വിധത്തിൽ ഇലക്ഷന്റെ തലേ ദിവസം മാത്രം എന്തെങ്കിലും കിറ്റോ പണമോ കൊടുത്തൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല. രണ്ടുപേരും ബീഹാറിനെ കുറിച്ച് ബീഹാറിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 50%-ലധികം ആളുകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവർക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. എന്നിട്ട് അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് നിയമപരമായിട്ട് പണം എത്തിച്ചു കൊടുത്തു. മോദി പണം തരുമോന്നാണ് ചോദിച്ചത്. മോദി പണം അക്കൗണ്ടിൽ തരുമോ എന്ന് ചോദിച്ചു. പണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കി. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് പണം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അതെ, സ്വാശ്രയ സ്വയംഭരണ ആളുകൾക്ക് സ്വാശ്രയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വനിതകളുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തു. അല്ല, കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്. ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പണം എല്ലാം ഉണ്ടല്ലോ. നികുതിയെ പിരിച്ചുകൊണ്ടുപോകല്ലേ? ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ
ഫാസിസ്റ്റ് സ്വഭാവം ഇവിടെ കാണിക്കരുത്. അല്ല, അത് ചർച്ചയാണ്, മാന്യമായ സംവാദം നടക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ക്ഷേത്രം കൊള്ളയടിച്ച പണമാണ്. ചോറ് ചെയ്തതുപോലെയാണ്, ടിപ്പു ചെയ്തതുപോലെ ക്ഷേത്രം കൊള്ളയടിച്ച പണം ഉരുക്കിയെടുത്ത് കഴിഞ്ഞോ? ക്ഷേത്രം കൊള്ളയടിച്ച പറഞ്ഞോട്ടെ. ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പിരിച്ചുകൊണ്ടുപോകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ടാക്സ് ഉണ്ട്, പെട്രോളിന്റെയും ഡീസലിന്റെയും മുകളിൽ ഉൾപ്പെടെ. അതൊക്കെ പണം നിങ്ങളുടെ കയ്യിലുണ്ട്, തർക്കമില്ല. പക്ഷെ പണം, ആ പണം കൊണ്ട് എവിടെ ഒന്ന് പറഞ്ഞോട്ടു, ഒന്ന് പറയട്ടെ സുഹൃത്തെ, ഒന്ന് പറഞ്ഞോട്ടെ. ജനാധിപത്യ സ്വഭാവം കാണിക്ക്, ഒന്ന് പറഞ്ഞോട്ടെ. ഈ പിരിച്ചുകൊണ്ടുവന്ന പണമൊക്കെ ഉണ്ട്, കയ്യിലുണ്ട്, പണ്ട് അറിയാം. പക്ഷെ പണം പോകുന്ന മൊത്തം അംബാനിക്കും അദാനിക്കാന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. തിരുവനന്തപുരത്ത് വിഴിഞ്ഞുണ്ടാക്കാൻ ഈ അടുത്ത് LIC-യുടെ 34,500 കോടി രൂപ LIC-യുടേത് ഈ അടുത്ത് അദാനിക്ക് കൊടുത്തു. അദാനി കൊടുത്തില്ലേ? ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ ഗുണനിലവാരം അറിയാൻ നിങ്ങൾ മറ്റിടത്തൊന്നും പോണ്ട. നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ മാത്രം ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. ഒരു ബോർഡ് മാറ്റി വെച്ച് മെഡിക്കൽ കോളേജാക്കി പോയ മെഡിക്കൽ കോളേജ് ഇപ്പം മെഡിക്കൽ കോളേജ് ആയത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടാണ്. അവിടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ 9 നിലകളുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് ഓങ്കോളജി ബ്ലോക്ക് വന്നത് ഇവിടുത്തെ. പറഞ്ഞോട്ടെ അവസരമുണ്ട്. മെഡിക്കൽ കോളേജിൽ ജനറൽ ആശുപത്രി എവിടെയാണ്? നിങ്ങൾ വൈഡനിങ്ങിന് വേണ്ടി സ്ഥലം ചോദിച്ചിട്ട് അനുമതി കൊടുക്കാത്ത ആളുകളാണ്. നഗരസഭയുടെ വൈസ് ചെയർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ തൊട്ടപ്പുറത്തുള്ള എഡ്യൂക്കേഷൻ കൊടുത്താൽ ഇത് ഹോസ്പിറ്റലാകും. അതിന് അനുമതി കൊടുക്കാത്ത ആളുകളാണ് ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുന്നത്. മഞ്ചേരി ജനറൽ ആശുപത്രി ഈ സമയം വരെ നൽകിയിട്ടില്ല ഇവർ. മലപ്പുറത്ത് ഇന്ന് ഒരാൾക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ എവിടേക്ക് കൊണ്ടുപോകും? ഒന്നുകിൽ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇവിടെ ഒരു മലപ്പുറത്തിന് വേണ്ടി ഒരു വികസനവും രണ്ട് മുന്നണികളും ചെയ്തിട്ടില്ല. TP അഷ്റഫ് സാഹിബിനോടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലിട്ട് നോക്കുകയാണെങ്കിലും ഈ കേരള സർക്കാർ നടത്തുന്ന ഒരു CJP ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അതിന് ഒരു പ്രധാന ഉദാഹരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത് BJPയും CPM-ഉം തമ്മിലുള്ള ഡീലുകളുടെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു ഒപ്പിടൽ മാത്രമാണ്. ലോക്സഭയിൽ എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരവധി തവണ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് ബന്ധപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മാന്യതയിൽ പറഞ്ഞാണ്. അതിനപ്പുറത്ത് എന്തൊക്കെ ഓഫർ കൊടുത്തു? ഞങ്ങൾ കേരളം നിങ്ങൾക്ക് ഭരിക്കാനുള്ള അവസരം തരാമെന്നുള്ള ഓഫറൊക്കെ BJPക്ക് CPM നേതാവ് കൊടുത്തതിന്റെ നിരവധി ഉദാഹരണം കൂടെ കാണാലോ. TP അഷ്റഫ് അലി പറഞ്ഞു കേരള സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ തെലങ്കാന ഒപ്പിട്ടതോ? അപ്പൊ രാജസ്ഥാനിൽ കോൺഗ്രസ് മിനിസ്റ്ററിലൊപ്പം ഒപ്പിട്ടതോ? ഇവർ മനഃപൂർവ്വമായിട്ട് കേരളത്തിലെ കുട്ടികളുടെ പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ്. ജോൺ ബ്രിട്ടാസിന് മനസ്സിലായി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദ സംഘടനയാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ കാലത്തെ നിലപാടുകൾ, വെൽഫെയർ പാർട്ടിയുടെ പുതിയ കാലത്തെ നിലപാടുകൾ അവരുടെ പഴയകാല നിലപാടിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുള്ളതാണ്. അത് അവർ തന്നെ വളരെ വ്യക്തമാക്കി മാറ്റിയിട്ടുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാം. ശരി എന്തായാലും മലപ്പുറത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭൂമിക ഇതാണ് മലബാറിന്റെ തെരഞ്ഞെടുപ്പ് ഭൂമിക. ഒരുപാട് വിഷയങ്ങൾ, ഒറ്റ വിഷയത്തിലല്ല ഒരുപാട് വിഷയങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വളരെ ആവേശകരമായി ഈ സംവാദത്തിന് മലപ്പുറത്തിന് നന്ദി ആൻഡ് ഗുഡ് നൈറ്റ്.